മോട്ടിവേഷൻ പ്രോസസ് ഇമ്പോർട്ടന്റ് മക്കളെ. മോട്ടിവേഷന്റെ പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. വാസ്കോയ്ക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അപ്പൊ വാസ്കോയ്ക്ക് ആ പെൺകുട്ടിയെ എന്താണ് വാസ്കോ ചെന്ന് പറയാനായിട്ടൊക്കെ വെച്ചപ്പോഴത്തേക്ക് വാസ്കോയുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, അടാ അവള് വേറെ അവനായിട്ട് സെറ്റാണ്, നടക്കത്തില്ല. ആയിഷാന്റെ പിന്നുള്ള നടത്തണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഞാനിരുന്ന ആളാ, പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വാസ്കോയ്ക്ക് ഭയങ്കര വിഷമമായി. വാസ്കോ എന്റെ നീഡ് സാറ്റിസ്ഫൈ ആയില്ല അല്ലേ വാസ്കോ? സാരമില്ല. അത് കഴിഞ്ഞിട്ട് വാസ്കോ എന്ത് വിചാരിച്ചു, ഒരു ദിവസം ഞാൻ എന്താണെങ്കിലും ചെന്ന് പറയും. ഓക്കെ, അപ്പൊ എനിക്കത് ചെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് പറയും എന്നുള്ളൊരു സംഭവം വരുമ്പോഴത്തേക്ക് വാസ്കോയുടെ മനസ്സിലൊരു ടെൻഷൻ. വീട്ടിലിങ്ങനെ ആ വഴി ഈ വഴിയൊക്കെ ഇങ്ങനെ നമ്മൾ തട്ടത്തുമറയത്തിൻ്റെ അകത്തൊക്കെ കാണുമല്ലോ, ഈ വിനീത് ശ്രീനിവാസനും പോട്ടെ നിവിൻ പോളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഭയങ്കര ടെൻഷൻ. ഇതെങ്ങനെ പറയും, എപ്പോൾ പറയും, എവിടെ വെച്ച് പറയും, ആൾക്കാർ കാണും, അവൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ചമ്മി പോകും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ടെൻഷനാണ്. പിന്നെന്താണ്, മറ്റേ ആ പയ്യൻ ഇനി ശരിക്കും ലൈൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡ്രൈവ് വരുന്നു. ആ ഡ്രൈവിൽ നമ്മുടെ വാസ്കോ സെർച്ചിങ് ബിഹേവിയർ തുടങ്ങി. വാസ്കോ എല്ലാവരും ചോദിക്കാനായിട്ട് തുടങ്ങി, ലാസ്റ്റ് എന്താണ്, അവൻ അറിഞ്ഞു. ആര്? നമ്മുടെ വാസ്കോ അറിഞ്ഞു അവൾക്ക് ലൈനില്ല. അപ്പം എന്താണ്, വാസ്കോയുടെ നീഡ് സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? യെസ്. അപ്പൊ വാസ്കോയുടെ ടെൻഷൻ കുറഞ്ഞില്ലേ? വാസ്കോയുടെ ടെൻഷൻ കുറഞ്ഞു. വാസ്കോയുടെ കഥയിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ മോട്ടിവേഷന്റെ പ്രോസസ് പഠിച്ചു. എല്ലാവർക്കും ക്ലിയർ ആയോ?